കോഴിക്കോട് നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നെല്ലിക്കോട് റീഗേറ്റ്സ് കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെയാണ് അപകടം. ഇതിനിടെ ഫ്ളാറ്റ് നിർമ്മാണം വിലക്ക് ലംഘിച്ചാണ് നടത്തിയതെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. പുതിയ 6 പാതയ്ക്ക് സമീപമായിരുന്നു ഫ്ളാറ്റ് നിർമ്മിച്ചിരുന്നത്. രാവിലെ 11:30യോടെയാണ് അപകടം. നിർമ്മാണ തൊഴിലാളിയും പശ്ചിമ ബംഗാൾ സ്വദേശിയുമായ ലേസർ കത്വയാണ് അപകടത്തിൽ മരിച്ചത്. സമീപമുണ്ടായിരുന്ന 2 തൊഴിലാളികൾക്ക് നിസ്സാരമായി പരിക്കേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. എല്ലാവരും ഓടിമാറിയതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. तीन आदमी काम कर रहे, 4 सुपरवाइजर और पानी पीने के लिए नीचे आया। हम लोग 3 आदमी काम कर रहे हैं, अचानक से पूरा लैंडस्लाइड हो गया एक बार में। അപകടത്തിന് പിന്നാലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടിഞ്ഞു വീണ ഭാഗത്തിന് അകലെയല്ലാതായി വീടുകളുമുണ്ട്. അമ്മയും കുഞ്ഞുമടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിനെതിരെ പരാതിപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് ഫ്ളാറ്റിന്റെ നിർമ്മാതാക്കൾ കൈക്കൊണ്ടതെന്നും ഇവർ പറയുന്നു. ഞാനിവിടെ വന്ന് കിടന്ന് ഞാനും മോൻ്റെ ഭാര്യയും കുട്ടി എല്ലാവരും കൂടെ കിടന്നപ്പോൾ പിന്നെ ഈ വണ്ടി മണ്ണ് കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞ് നിങ്ങളെ മേത്തൂടെ ഞങ്ങൾ വണ്ടി ഓട്ടുന്നു. ഓട്ടിക്കോ, ഞാൻ പറഞ്ഞു എനിക്ക് ജീവനിൽ ഏതായാലും കൊതിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെയും ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം ഇല്ല. സ്ഥലത്തെ അശാസ്ത്രീയ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കോട് വില്ലേജ് ഓഫീസർക്ക് നാട്ടുകാർ നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഇതിന്റെ മണ്ണ് എടുത്ത സമയത്ത് എന്നുവെച്ചാൽ വളരെ കുത്തനെയാണ് മണ്ണ് എടുത്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ ഇടപെടുകയും അങ്ങനെ എടുക്കാൻ പാടില്ല. അന്ന് ഞങ്ങളെ മുന്നിലുണ്ടായിരുന്നത് ആ വഴി മുഴുവൻ ഇടിഞ്ഞ് ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിലെത്തും എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇവരെടുത്ത് പറയുകയും മതിലിടിയും മണ്ണിടിയും അതുകൊണ്ട് അത് പണി നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.